ഡൽഹി 10-11 ബ്ലാസ്റ്റ് അപ്ഡേറ്റ്സ് ഫ്രം ഗ്രൗണ്ട് സീറോ. നോബൽ മരിക്കാരനുണ്ട്. ദില്ലി സ്ഫോടനത്തിന് ഉപയോഗിച്ച വാഹനം പുൽവാമ സ്വദേശിക്ക് വിറ്റ കാർ ഡീലറെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. റോയൽ കാർ സോൺ ഉടമ സോനുവാണ് അറസ്റ്റിലായിരിക്കുന്നത്. NIA സംഘം സ്ഫോടന സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. ദില്ലി പോലീസ് കേസുമായി ബന്ധപ്പെട്ട രേഖകൾ കൈമാറിയിട്ടുണ്ട്. NIA സംഘം ഫരീദാബാദിലും അന്വേഷണം നടത്തുകയാണ്. നോബൽ ബാരിക്കാരനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ ബാരിക്കാരൻ, നിർണായകമായ അടുത്ത അറസ്റ്റിലേക്ക് കടക്കുന്നു NIA സംഘം. ഈ കാറ് താരിഖിന് വിറ്റ റോയൽ കാർ സോൺ ഉടമയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ നെറ്റ്വർക്കിലേക്ക് കൂടുതൽ അടുക്കുകയാണ്. ഇതിപ്പോഴും ആരുടെ ബുദ്ധിയിലാണ് ഈ ഗൂഢാലോചന നടന്നത് എന്നത് കണ്ടെത്താനായിട്ടില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഓരോരുത്തരെയായി കസ്റ്റഡിയിലെടുക്കുകയാണോ നോബൽ? അരുൺ, ദില്ലി സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുന്നു എന്നാണ് ഇപ്പോൾ വിവരം പുറത്തേക്ക് വരുന്നത്. പ്രധാനമായും ഈ സ്ഫോടനത്തിന് ഉപയോഗിച്ച I-20 കാറാണ് ഇതിൽ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവായത്. കാരണം ഈ കാറിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പ്രധാനമായും ആരൊക്കെയാണ് ഇതിൽ പ്രധാനപ്പെട്ട പങ്കാളികൾ, ആരെല്ലാമാണ് ഇതിൽ ഉൾപ്പെട്ട അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്താൻ സഹായിച്ചത്. ഇപ്പോൾ ഈ കാർ വിറ്റ ഹരിയാനയിലുള്ള റോയൽ കാർ സോൺ ഉടമസ്ഥയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. സോനു എന്നാണ് ഇയാളുടെ പേര്. ഇയാളെ അറസ്റ്റ് ചെയ്തു. താരിഖിനാണ് ഇയാൾ നേരത്തെ കാർ വിറ്റത് എന്ന് കണ്ടെത്തിയിരുന്നു. ഇയാൾക്കും ഇതിൽ പങ്കുണ്ട് എന്ന സംശയത്തിൽ തന്നെയാണ് ഇപ്പോൾ അറസ്റ്റ് വന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ഈ കാർ വിൽക്കുമ്പോൾ ഇത് പലതവണ ഈ കാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി, അതോടൊപ്പം മറ്റു തരത്തിലുള്ള രേഖകളിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതാണെങ്കിലും സോനു ഇതിലൊരു നിർണായക ആളാണ്. ഇത്തരത്തിൽ സോനു ഈ കാർ വിറ്റപ്പോൾ ഇയാൾ കൃത്യമായിട്ടുള്ള പക്ഷേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം എന്നടക്കമുള്ള സംശയങ്ങൾ അന്വേഷണ സംഘത്തിലുണ്ട്. അതിലൂടെ ഭാഗമായാണ് ഇപ്പോൾ സോനുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോനുവിനെ കൂടുതൽ ചോദ്യം ചെയ്യും എന്ന വിശദാംശമാണ് പുറത്തേക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ ഉമർ മുഹമ്മദ് ഈ കാറ് താരിഖാണ് ഉമർ മുഹമ്മദ് ഈ കാർ കൈമാറുന്നത്. താരിഖുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ആ താരിഖിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് സാഹചര്യമൊക്കെ നേരത്തെ തന്നെ വന്നിരുന്നു. എന്തായാലും നിരവധി സാഹചര്യത്തിൽ നിർണായകമായ അറസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത് എന്ന സംശയം പറയാൻ കഴിയും. എന്തായാലും ഈ അറസ്റ്റിലൂടെ ഇപ്പോൾ കൂടുതൽ അറസ്റ്റുകൾ ഇനിയിപ്പോൾ 5 മണിക്കൂറുകൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്തത്. കാരണം ഇന്നലെ തന്നെ ഈ ഹരിയാനയിലെ മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചുകൊണ്ട് 6 പേർ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു. 52ഓളം പേർ ഇന്നലെ ചോദ്യം ചെയ്താണ്. ഇന്നും അവിടെ ചോദ്യം ചെയ്ത് തുടരുന്നുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. അതോടൊപ്പം ഈ കസ്റ്റഡിയിലുള്ള 6 പേരിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് എന്നാണ് അന്വേഷണ സംഘം അടക്കം അറിയിക്കുകയും ചെയ്യുന്നത്. NIAയുടെ പ്രത്യേക സംഘങ്ങൾ എന്താണെങ്കിലും വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ഉള്ളത് എന്നുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയണം. പ്രത്യേകിച്ച് ദില്ലി മാത്രമല്ല, ഫരീദാബാദ്, അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശ്, ജമ്മു കാശ്മീർ അടക്കമുള്ള എല്ലാ മേഖലകളിലേക്കും ഈ അന്വേഷണ സംഘങ്ങൾ ഇതിനോടകം തന്നെ കടക്കുകയും ചെയ്തിട്ടുണ്ട്. വിവിധങ്ങളായ സംഘങ്ങളായി തിരിഞ്ഞ് തന്നെയാണ് അന്വേഷണം നടന്നത്. കാരണം ഇതിലൊരു രാജ്യത്ത് എല്ലായിടത്തും ഇതൊരു നെറ്റ്വർക്ക് ഉണ്ടാകാം എന്നടക്കമുള്ള സംശയം, പ്രത്യേകിച്ച് ഈ വൈറ്റ് കോളർ ടെററിസം, അതായത് ഉന്നതരായ നല്ല വിദ്യാഭ്യാസമുള്ള അതോടൊപ്പം നല്ല പഠിപ്പുള്ള ആളുകൾക്ക് ഇതിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇതിന് കൂടുതൽ നെറ്റ്വർക്കിംഗ് ഉണ്ടാകാം. അത് മാത്രമല്ല ഇതിന് സ്ലീപ്പർ സെല്ലുകൾ കൂടുതലാണ് എന്നും അന്വേഷണ സംഘങ്ങൾ ഭയക്കുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിലേക്ക് പോകാനുള്ള തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അരുൺ, താങ്ക് യു.